ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇന്ന് വരും. അപ്പോൾ ഞാനതിൻ്റെ രാവിലെ എടുത്തൊരു ക്ലിപ്പാണിത്. പക്ഷേ ഞാൻ അതിൻ്റെ ഓഡിയോ കട്ട് ചെയ്തത് അതിന് ഓൾറെഡി സൗണ്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വയ്യായ്ക ഉണ്ടായിരുന്നു പീരീഡ്സ് അതിൻ്റെ ഒക്കെ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഓഡിയോ കട്ട് ചെയ്തത്. എൻ്റെ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പറയുന്നത്. ലൈക്ക് ഞാൻ ഫുൾ A+ പ്രതീക്ഷിച്ചില്ലെങ്കിലും ഫുള്ള് Aയും A+ ആയിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ അതിന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാതും ഓൾമോസ്റ്റ് നല്ലപോലെ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. മാക്സിമത്തിൽ എന്ന് പറയാനില്ല. ഒരു വിഷയം ഞാൻ എൻ്റെ കഴിവേറിത്തരം കൊണ്ട് കളഞ്ഞതുണ്ട്. അത് ഞാൻ മിക്കവാറും ചിലപ്പോൾ ഇമ്പ്രൂവ് എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നതാണിത്. ആൻഡ് പിന്നെ റിസൾട്ട് എന്തായാലും നമ്മൾ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്, ചിന്തയിൽ വരരുത്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും ഇങ്ങനെ എന്നെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞിതാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇതാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഞാനൊരിക്കലും അത്ര എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റോ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ്, എബോവ് ആവറേജ് അങ്ങനെ നിൽക്കുന്നൊരു ലെവലിലുള്ള ഒരാളാണ്. എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല. സോ ദാറ്റ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്, അതിനുള്ളത് കിട്ടിയാൽ മതി. നമ്മൾ ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാങ്കിലേക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ പിള്ളേർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഇത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ ഓഡിയോൻ്റെ സൗണ്ട് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഓഡിയോ കട്ട് ചെയ്യുകയാണ്. ഞാൻ തന്നെ അതിലെന്തായിരുന്നു പറഞ്ഞിരുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. ലൈക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ റിസൾട്ട് ഇപ്പോൾ നമ്മൾ ഫെയിലായിനോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞോ ഒന്നും വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ചില പിള്ളേർ ചെയ്യുന്ന പോലെ സൂയിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ വീട് വിട്ടിറങ്ങി പോവുക അങ്ങനത്തെ ഒരു പരിപാടികളിലേക്കോ ഒന്നും നിൽക്കാതിരിക്കുക. ബിക്കോസ് നമ്മൾക്ക് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇതിൻ്റെ നമുക്ക് മാർക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ വർക്ക് ചെയ്തത് ഇതിനും കുറവാണ്, നമുക്ക് ഇതിനും കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എക്സാം വരുന്നുണ്ടല്ലോ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും ഉണ്ട്. ആ 2 എക്സാമിനും നല്ലപോലെ പഠിച്ച് എഴുതാൻ നോക്കുക. മാർക്ക് കൂടാനുള്ളവരാണെന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുക. അല്ല തോറ്റുള്ളവരാണെന്ന് വെച്ചാൽ എഴുതിയിട്ട് തോറ്റ പേപ്പറുകൾ എഴുതിയെടുക്കുക. അല്ലാതെ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഓരോരുത്തർ പറയുന്ന, ഇപ്പോൾ പാരൻസ് പറയുകയാണ് മാർക്ക് കുറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അവരത് കൺസേൺ കൊണ്ട് പറയുന്നതായിരിക്കും. അല്ലാണ്ട് അവർ നിങ്ങളങ്ങനെ ചെയ്തു എന്നുള്ളതിൽ ഓവർ എക്സ്ട്രീം ഇതിട്ടിട്ടൊന്നും പറയണമെന്നാവില്ല. നിങ്ങളതിനെ അവോയ്ഡ് ചെയ്യുന്ന ടൈപ്പിലൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ചിന്തകളിലേക്കൊന്നും പോകാതിരിക്കുക. നമുക്ക് എക്സാമും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എഴുതുക. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് മാർക്കുള്ളത് കൊണ്ടായിരിക്കും ഇവളിങ്ങനെ പറയണതെന്ന്. ഒരിക്കലുമല്ല. എനിക്കിപ്പോൾ ഞാൻ തോറ്റാലും ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സാം എഴുതാമെന്നുള്ളൊരു മൈൻഡിലേക്ക് തന്നെ പോകുള്ളൂ. അല്ലാണ്ട് സൂയിസൈഡ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മളുടെ വീട്ടുകാർക്കും നമുക്ക് തന്നെ പോകാനുള്ളൂ. അല്ലാണ്ട് വേറെ നാട്ടിൽ നമ്മളോട് ഈ മാർക്ക് എത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കൊന്നും പോകാനില്ല. നമ്മൾക്ക് നമ്മുടെ പാരൻസിന് മാത്രമേ പോകാനുള്ളൂ. പാരൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാൽ അവർ മറക്കും. നമുക്ക് തന്നെ പോകാനുള്ളൂ. അതാലോചിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടോ. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ കുറേ പേര് ഇപ്പോൾ പറയണത് A+ൻ്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പാരൻസ് ടോർച്ചർ ചെയ്യുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ പാരൻസും കൂടെ ആലോചിക്കണം, കുട്ടി എഫേർട്ട് ഇട്ടിരുന്നു എന്നിട്ട് കിട്ടാണ്ടെയാണെന്ന്. ഓക്കെ, ഇനി ഇപ്പോൾ എഫേർട്ടൊന്നും ഇടാതെ കുട്ടികൾ കിട്ടുന്നില്ല ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫിസിക്സ് വിഷയം നല്ല ഇഷ്ടമുള്ള വിഷയമാണ്. +2 ഫിസിക്സ്. അത് എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ ചെയ്തിട്ടില്ല, എനിക്കത് എഴുതാൻ കുറച്ച് ഇതുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പാരൻസിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈക്ക് എക്സാം ഇങ്ങനെയൊക്കെ ആയിരുന്നു, ടഫായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത്രയും എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ എക്സാം കഴിഞ്ഞാൽ എൻ്റെ എക്സാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് കാണലുണ്ട്. അപ്പോൾ പിന്നെ അവർ ഓൾറെഡി അറിഞ്ഞിട്ടുള്ളതാണ് ഈ എക്സാം ഇങ്ങനെയായിരുന്നു, ടഫായിരുന്നു എന്നുള്ളത്. സോ നമ്മൾ പിന്നെ അതിൻ്റെ ഇത് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഈ പരീക്ഷ ടഫായിരുന്നു എന്നിട്ടും എൻ്റെ കുട്ടിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ എന്നാണ് ആലോചിക്കേണ്ടത്. തോറ്റവരുടെ കാര്യം എന്നല്ല കേട്ടോ പറഞ്ഞത്. A+ൻ്റെ എണ്ണം കുറവ്, Aയുടെ എണ്ണം കുറവ് എന്നൊക്കെ ഉള്ളവർ പറഞ്ഞിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് പിള്ളേരെന്നെ എന്നുള്ളതൊക്കെയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മക്കൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് അവരെ ഇട്ടിട്ട് ടോർച്ചർ ചെയ്യുന്നത് ശരിയല്ല. ആൻഡ് കുട്ടികളും ചിന്തിക്കേണ്ടത് പാരൻസ് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു തരുന്നുണ്ട്, ഇത്രയല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് എൻ്റെ അച്ഛനമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളതല്ല. ഓക്കെ, നമ്മൾ ബാങ്കിൽ പോയി വരുമ്പോൾ തന്നെ അത്യാവശ്യം ടൈമായിട്ടുണ്ട്. അറൗണ്ട് ഒരു 2:15-20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് എത്തുമ്പോൾ തന്നെ അറൗണ്ട് ഒരു
2:45 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ക്ലോക്ക് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഓക്കെ, ഇത് ഞാൻ 2:55 ആയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അമ്മ പിന്നിൽ വന്നു നിന്ന്. സൈറ്റ് അപ്പോൾ തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോഴും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 3 മണിയായിട്ടും തുറക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലൈവിൽ കയറി നോക്കിയപ്പോൾ അവരിങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ ഒരു 3 മണി 3:15 കഴിഞ്ഞിട്ടും വരാണ്ടായപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങനെ പോയി. എന്നിട്ട് കുറച്ച് നേരം 3:25 ആയപ്പോഴത്തേനും വന്നു. നമ്മൾ പിന്നെ സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേനും ഇതായിട്ടുണ്ട്. ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മുടെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കയറിയിട്ട് VHSൻ്റെ ഇതിലാണ് അടിച്ചത്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല VHSൻ്റെ സംഭവം. ഞാൻ എന്നിട്ട് പിന്നെ മാറ്റി HSൻ്റെ ഇതിലടിച്ചിട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ലാഗ് അടിച്ച് പിന്നെ വന്ന്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫോണിൻ്റെ റേഞ്ചിൻ്റെ പ്രശ്നമായിരുന്നു എന്ന്. എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയാണ് വന്നത്. പിന്നെ നമ്മൾ സൈറ്റിൽ കയറി എൻ്റെ കയ്യിലൊരു ഫോണുള്ളൂ പറഞ്ഞില്ലേ, അപ്പോൾ ഫ്ലോട്ടിങ് വിൻഡോയിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഫ്ലോട്ടിങ് വിൻഡോ അല്ല, സ്പ്ലിറ്റ് സ്ക്രീനിൽ. അപ്പോൾ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് എനിക്ക് നോക്കാൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വിഷയത്തിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു, ഫിസിക്സിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കെമിസ്ട്രി ടീച്ചർ പറഞ്ഞത് എൻ്റെ പ്രാക്ടിക്കലിൻ്റെ 2 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. അതെന്തോ ഞാനൊരു എന്തോ ഒരു ഏജൻ്റ് എഴുതിയത് തെറ്റുണ്ട് ഇത്ര പ്രാക്ടിക്കലിന് കേട്ടോ. അപ്പോൾ അതിൻ്റെയും ഒക്കത്തിൻ്റെയും കാരണം കൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, മാർക്ക് എന്താവുമോ എന്നുള്ളത്. അങ്ങോട്ട് നീക്കാൻ കുറച്ച് പേടിയായിരുന്നു. ഫസ്റ്റ് ഇയർ നമ്മൾ കണ്ടുള്ളതുകൊണ്ട് പിന്നെ അത്ര ടെൻഷൻ ഉണ്ടായില്ല. സെക്കൻഡ് ഇയറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് നീക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എന്തായാലും ധൈര്യം സംഭരിച്ചിട്ട് നമുക്ക് നീക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നീക്കി. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. 2+ 4 ആയി. അയ്യോ, എനിക്ക് ഫസ്റ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, അത് ഞാനൊരു പോസിറ്റ് അവിടെ നിൽക്കണേ. പിന്നെയാണ് റിയലൈസ് ചെയ്യുന്നത് 2+ 4 ആയി ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ മാർക്ക് നോക്കുമ്പോഴത്തേനും 3 മാർക്കിനാണ് എനിക്ക് മാത്സിൽ A+ പോയത്. പിന്നെ അങ്ങനെ കുറച്ച് മാർക്കിനാണ് ബാക്കിയുള്ളതിലൊക്കെയും പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സങ്കടം വന്നു, കാരണം ഇത്രയും കുറച്ച് മാർക്കിനല്ലേ പോയുള്ളൂ എന്നുള്ളൊരിതിൽ. പിന്നെ മാത്സ് ഒന്നും റിവാലുവേഷന് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളെന്തായാലും ഇംഗ്ലീഷും കമ്പ്യൂട്ടറും റിവാലുവേഷന് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു, കണ്ടോ എൻ്റെ മുഖം നല്ല ചിരിയാണ്. എനിക്ക് ഇതേപോലെ 10ാം ക്ലാസ്സിലും വീഡിയോ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം 10ൽ ഇതിനും സന്തോഷമായിരുന്നു, കാരണം 10ൽ ഫുൾ A+ ആയിരുന്നല്ലോ. അതിൻ്റെ മുഖം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.